ബോഡി വെൽക്കം ബാക്ക് ടു മുഷീസ് മിറാക്കിൾ. എൻ്റെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള മുടിയുടെ കോലം എന്ന് പറഞ്ഞാൽ ഇത് ഡോണർ ഏരിയ വരും. അപ്പോൾ ഇന്ന് ജിമ്മിനൊക്കെ പോകണോ? ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ നിർദ്ദേശപ്രകാരം ജിമ്മിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ജിമ്മാണ്, ലോക്കൽ ജിമ്മാണ്. ചെറുത് പറഞ്ഞാൽ ഒരു ചെറിയൊരു റൂം, ഒറ്റ റൂമുള്ളൂ. ആ ഒറ്റ റൂമിൽ വെച്ചിട്ടാണ് ഉള്ളത്. ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജിമ്മാണ്. പിന്നെ അത്യാവശ്യം ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അതായത് സംഗതി ഓരോന്നിനും ഓരോ സംഗതിക്കും ഓരോ എക്യുപ്മെൻറ്റ്സ് വേണമെന്നൊന്നുമില്ല. ഒന്നുമ്പോൾ തന്നെ പല കോലത്തിൽ കളിച്ചാൽ നമുക്ക് പല കോലത്തിലുള്ള കളി ഇത് കിട്ടും. ഓരോ ബേസിപ്സ് ആൻഡ് ട്രൈസിപ്സ് ആയാലും. പക്ഷെ ഇവിടെ ഉണ്ട്, അതിന് ആവശ്യത്തിനുള്ളതുണ്ട്. പക്ഷെ ചെറിയൊരു ഒറ്റ റൂമാണ്, ചെറിയൊരു പീഡിയ റൂമായിട്ട് റൂമാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ കളിക്കണേ, ജോയിൻ ആക്കണം. ഇവിടെ മൊത്തം 3 ജിമ്മാണുള്ളത്. ആ 3 ജിമ്മിൽ എല്ലാ ജിമ്മും രാത്രി ഞങ്ങൾക്ക് കടടച്ചതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ പോലെ നടക്കില്ല, നേരത്തെ കടക്കും വേണം. അപ്പോൾ കടടച്ചതിന് ശേഷം ചെയ്യാനുള്ള പ്ലാനിങ്ങാണ്. അപ്പോൾ ഇവിടെ എല്ലാ ജിമ്മും എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് പോകലോ വർക്കൗട്ട് ചെയ്യലോ നടക്കില്ല, വയറൊക്കെ ചാടി വരൽ തുടങ്ങിയാണ്. അപ്പോൾ പിന്നെ അറിഞ്ഞൊക്കെയാണെന്നുണ്ടെങ്കിൽ പഴയ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലും കൂടിയാണ്. അപ്പോൾ കുറേ അന്വേഷിച്ചു, ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഒരാളെ കയ്യും കാലം പിടിച്ച് കണ്ട് അയാളും പറഞ്ഞ് പറ്റില്ല, അവിടെ 9 മണിക്ക് ക്ലോസിങ് ആണ് പറഞ്ഞു. അവിടെ ലാസ്റ്റ് മൂപ്പരെ കയ്യും കാലം പിടിച്ച് കണ്ട് ചോദിച്ച് മൂപ്പരെ കയ്യും കാലം പിടിച്ച് കണ്ട് മൂപ്പരെ കൊണ്ട് ഓക്കെ പറയിപ്പിച്ചതാണ്. അങ്ങനെ മൂപ്പര് ഓക്കെ പറഞ്ഞു. ഷട്ടർ പൂട്ടൂല, അടുത്തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നാണ് ചെയ്തുകൊണ്ടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ജോയിൻ ചെയ്യും. ഇന്ന് മുതൽ പോയി നോക്കട്ടെ. മൂപ്പര് പറഞ്ഞു ലൈറ്റ് ഇട്ടോ, പാട്ടൊന്നും ഇടരുത്, ഒച്ചപ്പാടുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു. കാരണം അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരാണ്, വേറെ റൂമും കാര്യങ്ങളൊക്കെയാണ്, ആൾക്കാർ ഉറങ്ങുന്നതാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ 10 to 12 മണി വരെ അല്ലേ 11 വരെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇന്ന് പോയിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇതാണ് ഞങ്ങൾ റൂമിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ. അവിടെ ഒരു മല, ഒരു ദിവസം ആ മലമക്കൊന്ന് പോകണം എന്നൊക്കെ ഉണ്ട്. ആ മലമക്കൊന്ന് പോകണം ഇൻഷാ അല്ലാഹ്. ഒഴിപോലെ പോകണം എന്നുണ്ട്. എനിക്ക് ഒഴിവില്ല, എന്നാലും ഒഴിപോലെ ഒന്ന് പോകണം. അസ്സലാമു അലൈക്കും. മുതലാളിൻ്റെ മോനാണ്. മുതലാളി എന്ന ബിൽഡിംഗ് ഓണർ മോന്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ലൈറ്റൊക്കെ ഓഫാക്കി കേട്ടോ. ഇത് ബിൽഡിംഗ് ഓണർ വണ്ടി നോക്കണം. നമ്മളെന്നാരും അവിടെ കിടക്കണം. ആടാ വെള്ളം തുടക്കാൻ എന്ത് ചെയ്യും മല്ലയ്യ. അപ്പോൾ ആൻറ്റി തെഫ്റ്റ് ലോക്ക് നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോവാണ്. കിട്ടി. ഇത് നമ്മൾ വിചാരിച്ച് ഈ ലോക്ക് ഇട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നല്ലേ. ഈ ബാക്കിലത്തെ ടയർ പൊക്കിയാണ് കൊണ്ടുപോയാൽ പോരല്ലേ. എന്നാ പൊടി കിട്ടി ആയിട്ടില്ല. പിന്നെ ഭയങ്കര നാണാണ്, പെണ്ണുങ്ങളെ വരികയാണ്. ഇതിപ്പോൾ എന്ത് ചെയ്യും? ഏതായാലും ഞങ്ങൾ കടയിൽ പോയണ്ട്. ഹലോ ഗേസ്, ഫൈനലി ഞങ്ങൾക്ക് ജിമ്മ് കിട്ടിയിട്ടുണ്ട്. മൂപ്പര് ഇവിടെ നിന്നാണ്ട് ഒച്ചപ്പാടുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞാണ്. ഞങ്ങൾ കറക്റ്റ് ടൈമല്ല. മൂപ്പര് ഞങ്ങളോട് കുറേ നിബന്ധനകളൊക്കെ വെച്ചാൽ ചെറിയൊരു ജിമ്മാണ്, ആകെ ഉള്ളൂ അല്ലേ. ഇത് ഫുള്ള് ചുറ്റും ഗ്ലാസ് ഉണ്ട്, മിററുണ്ട്. മിററുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ വലിയ ജിംനേഷ്യം മാതിരി തോന്നുന്നത്. അതെന്നായിട്ട് കണ്ണാടിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ പറഞ്ഞു വന്നെന്താണ് ചോദിക്കുക അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. പറഞ്ഞെന്താ വെച്ചാൽ മൂപ്പര് ഞങ്ങളോട് കുറേ നിബന്ധനകൾ വെച്ചിരിക്കണം. മൂപ്പര് വെച്ച നിബന്ധനകളൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞാൽ, ഒച്ച ഉണ്ടാക്കരുത്, പാട്ട് ചെറിയ സൗണ്ടിലിടാൻ പറയും. നമുക്ക് പാട്ടിൻ്റെ ആവശ്യമില്ല, എന്നാലും പാട്ട് ചെറിയ സൗണ്ടിലിടാൻ പറയും. പിന്നെ പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം പറയാം, ഇവിടെ ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ആ മാസത്തിൽ 1000 ചേരുമ്പോൾ 1000 റുപ്യ കൊടുക്കുക. പിന്നെ മന്ത്ലി 300 കൊടുത്താൽ മതി. അതിനുള്ള സെറ്റപ്പേ ഉള്ളൂ. പക്ഷേ ഒരു ബോഡി ബിൽഡർ ആകാറും ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നിലയ്ക്ക് ഇതന്നെ ധാരാളമാണ്. പിന്നെ ഇത് വേണമെന്നില്ല, വീട്ടിൽ ചെയ്താലും മതി. പിന്നെ നമ്മളിവിടെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത്യാവശ്യത്തിനുള്ള സംഗതികളൊക്കെ ഉണ്ട്, എന്നാലും കാണിച്ചു തരാം. ഇതാണ് ചെറിയൊരു ജിമ്മാണ്. ഇതാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രൈവസിയും കൂടി കിട്ടുന്നുണ്ട്. കാരണം ഞങ്ങൾ 2 ആൾ മാത്രമേ ഉള്ളൂ ഇവിടെ, വെറും 2 ആൾ മാത്രം, ബാക്കി ആരും ഇവിടെ ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ
ഞങ്ങൾക്ക് പ്രൈവസി, ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു പോലത്തെ ഒരു ജിംനേഷ്യം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടിയ മാതിരി, ഞങ്ങൾ വാങ്ങി ഞങ്ങൾ പേഴ്സണലി പ്രൈവറ്റ് പ്രോപ്പർട്ടി ചെയ്ത മാതിരി ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. പൈസയും കമ്മിയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച നേരത്തിന് മൂപ്പര് ചെയ്ത് തന്ന മൂപ്പര് നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ഓരോ ടൂൾസും കാര്യങ്ങളും കാണിച്ചു തരാം. എത്താ എൻ്റെ അഭിപ്രായത്തിൽ ജിം എന്താ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ പൊളിയാണ്, ജിമ്മ് പൊളിയാണെന്ന് അറിയണം. അപ്പോൾ ഞങ്ങൾ ബോഡി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ചത്തല ബോഡിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ ഇൻഷാ അല്ലാഹ് ഞാൻ 2 മാസം കൊണ്ട് സെറ്റാക്കുന്ന നിങ്ങൾക്ക് തരുന്നൊരു വെല്ലുവിളിയാണ്, ഒരു വാക്കാണ്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് 2 മാസം കൊണ്ട് ഞാൻ എൻ്റെ ബോഡി സെറ്റാക്കിയിരിക്കും. ഞാൻ ഈ ബോഡി ഇതാണ് ബോഡി, എൻ്റെ ഇപ്പോഴത്തെ ബോഡിൻ്റെ അവസ്ഥ. ഇത് ഞാൻ കുറച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യട്ടെ. വീഡിയോ എടുത്തുകൊണ്ട് വന്നാൽ ശരിയാവില്ലല്ലോ. ബൈ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇവിടുത്തെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഡംബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിമേ തന്നെ പല ജാതി കളികളുണ്ട്. ഇതതിൻ്റെ ഡംബിൾസ്, പുള്ളപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനിത്. പിന്നെ ഇത് ബൈസിപ്സിനും ട്രൈസിപ്സിനും ഒക്കെ ഇതിനും കളിക്കാം. വിങ്സിനും വരെ വിങ്സിനും വേണം കളിക്കാം. ഇത് വന്നിട്ട് ആ സാധനം ഇതൊക്കെ ഡാമേജ് ആയിക്കണം, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്തൊരു സാധനം ഇത് മറ്റേത് പുള്ളപ്പ്, ഇത് കറന്നിക്കാണ്ടുള്ള കളി. അതിൻ്റെ പേരൊക്കെ മറന്നു. 6 കൊല്ലമായി ഞാൻ ജിമ്മിൽ പോയിട്ട് കളിച്ചിട്ട്. ഇത് ഇത് ചെസ്റ്റിനുള്ളതാണ്. ഇത് വന്നുകൊണ്ട് വിങ്സിനുള്ള കളിയാണ്, വിങ്സിനുള്ളതാണത്. ഇത് വന്നുകൊണ്ട് വേറൊരു കളി. ഇത് പിടിച്ചത് ഞാൻ കാണിച്ചു കൊടുത്തോട്ടെ. ഇത് വെയിറ്റ് ഉണ്ട് അല്ലേ? പിന്നെ വെയിറ്റ് ഇല്ലാതെ പിന്നെ ഇതെന്താ ജിമ്മിന് പോയിനാ? എന്ന് പോയതാ ജിമ്മിന്? ഒക്കെ മറന്നുണ്ടാവില്ലേ? ഇത് പിടിച്ചാൽ ഇതൊന്നും കാണിച്ചു കൊടുത്താൽ. ഇത് ഞാൻ വെറൈറ്റി ഇവിടെ നിൻ്റെ സാധ്യമായിട്ട് കാണും. ഇത് പിടിച്ചാൽ ക്യാമറ ഇത് വിങ്സിനുണ്ട്. ഇന്നായി കാണുമ്പോൾ ചത്തിട്ടൊന്നുമില്ല. അത് ഇതിൻ്റെ സംഗതി പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ട് ഇതുണ്ട്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ വന്നാൽ ശരിയാവുള്ളൂ. കമോൺ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. ബൈ. ഇന്ന് റൂമിൽ ചെക്കന് റൂമൊക്കെ വിട്ടിട്ടുണ്ട്. ചെക്ക് റൂമിൽ ചെന്നിട്ട് എന്താ അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി തരാം. അപ്പോൾ നമ്മൾ കളി എടുക്കട്ടെ. ഇന്നത്തെ കളികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്താണ്. ഡംബിൾസൊക്കെ എടുത്തേണ്ടേ പോട്ടെ. നാളെ മുതൽ പക്ക അതിൻ്റേതായിട്ടുള്ള രീതി ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബൈ. ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടൊരു ജിമ്മ് വേണം. ചെക്ക് ഒരേ കളി പ്രൈവറ്റ് ആയിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു ജിമ്മാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരാഴ്ച കൊണ്ട് 6 പാക്കും ബോഡിയൊക്കെ ഒന്നൊരു ബിൽഡ് ചെയ്തെടുക്കണം ഇൻഷാ അല്ലാഹ്. ഒരാഴ്ച കൊണ്ട് സെറ്റാക്കണം എന്നാണ് സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് തന്നെ പല വല്യമൊക്കെയാണ് വണ്ടി തന്നെ. സാധാരണ ചെറുതുമെന്ന് ഇങ്ങനെ പോകണം. കൈ നിർത്താൻ വയ്യ. കൈയൊക്കെ എങ്ങനെയാണ്? കൈ എങ്ങനെയാണ്? കൈ ഒന്നാണ്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. എൻ്റെ കൈ ഇപ്പോൾ ഇങ്ങനെയാണ്. എങ്ങനെയാണ് ഇപ്പോൾ കൈയൊക്കെ മര്യാദയൊക്കെ കൈയൊക്കെ ബെൻഡായി കണ്ടാണ് നിൽക്കുന്നത്. 2 മാസമാണ് എൻ്റെ ടൈം. 2 മാസത്തിനുള്ളിൽ ഞാൻ ബോഡി സെറ്റാക്കും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ ഇന്നത്തെ പരിപാടികൾ, ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു വിധമായിട്ടുണ്ട്. അപ്പോൾ ഒരു വിധം എന്ന് പറയുന്നത് വെച്ചാൽ ജസ്റ്റ് നോർമലി എല്ലാവരും ചെയ്യണ പോലത്തുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു എക്സസൈസ് എന്ന് പറയാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പഴയ വർക്കൗട്ടൊക്കെ ഓർമ്മ വരുമ്പോൾ ഞാൻ കുറച്ച് ഹെവി വെയിറ്റൊക്കെ പൊക്കിയാണ്. ഞാൻ നാളത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. നാളെ നീച്ചാൻ കഴിയോ ഇല്ലേ ഒന്നും എനിക്കറിയില്ല. ചിലപ്പോൾ നാളെ ഇങ്ങനെ കുത്തിറക്കേണ്ടി വരും. കൈ പൊന്താ. ഇപ്പം തന്നെ കൈ മടങ്ങണില്ല. കൈയൊക്കെ ഇങ്ങനെ നിൽക്കണം. ഇപ്പോൾ തന്നെ ആൾക്കാർ ഒരു മസിലിട്ടാളേ നമ്മളെ ചങ്കി നിൽക്കണം ഇവിടെ. ഇപ്പോൾ ഒരേ കളി ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് 6 പാക്ക് പൊക്കുന്നായിരുന്നു. ഞാൻ 2 മാസമാണ് പറഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മൊയ്തീന് പറഞ്ഞാണ്ട് നാട്ടിൽ. ഞാൻ ഓനെ ജിമ്മിൽ കൊണ്ടുപോയി നാട്ടിൽ നിന്ന്. മൊയ്തീൻ അബ്ബാസ് പറയും. ഓനെ ജിമ്മിൽ കൊണ്ടുപോയിട്ട് പഠിച്ചോനെ കുടുങ്ങി. 2 ദിവസം ജിമ്മിൽ വന്ന് 3-ാമത്തെ ദിവസം മുറിച്ച് കയ്യിനില്ലടാ നീച്ചാൻ കഴിഞ്ഞാൽ ശ്വാസം കിട്ടണില്ല. എന്നിട്ട് ഓൻ്റെ അമ്മ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ കിട്ടണതാ പറഞ്ഞത്. നീച്ചാനില്ല, എനിക്ക് നീച്ചാനില്ല, ശ്വാസം മുട്ടിയിട്ട് കയ്യും കാലും വേനായിട്ട് നെഞ്ചത്തൊക്കെ ഒരു ഉരുകലല്ലോ. എന്നിട്ട് ഓൻ്റെ ഇമ്മ ഓനക്ക് നെഞ്ചത്തൊക്കെ വിക്സ് വരച്ച് കൊടുത്തുകൊണ്ട് കിടക്കുകയാണ്. ഒന്നിനും കഴിയാതെ കാലും നീട്ടി കിടക്കുകയാണെന്ന് പറഞ്ഞു.
എനിക്ക് കേട്ടിട്ട് ചിരിയാണ് വന്നത്. നോർമലി ഏതൊരാൾക്കും ജിമ്മൊക്കെ വന്നിക്കുകയാണെങ്കിൽ ഈ വക സംഭവങ്ങൾ ഫസ്റ്റായിട്ട് വരുന്നവർക്കുണ്ടാവും. അത് ഫസ്റ്റ് ഒരാഴ്ച ഉണ്ടാവും. അത് പറഞ്ഞിട്ട് മനസ്സിലാകണ്ടോനെ. വന്നിട്ട് ഒരു മാസത്തേക്കുള്ള ജിമ്മിൻ്റെ പൈസയും കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം വന്നിട്ടില്ല. അതിൻ്റെ ശേഷം പിന്നെ ഞാനും പോക്ക് നിർത്തി. ഇങ്ങനെ ഓരോന്നുണ്ട് നാട്ടിൽ. അതിൻ്റെ ശേഷം പിന്നെ ജിമ്മൊക്കെ പോയിട്ടില്ല. ഞങ്ങൾ ജിമ്മൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. ചെക്കനെ ഫുഡ് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചാണ്. അവൻ ഫുഡ് ഉണ്ടാക്കിന് കരിഞ്ഞു നടക്കുന്നുണ്ട് പുറത്തേക്ക്. കഴിഞ്ഞാ കരിഞ്ഞു മണക്കുണ്ടല്ലോ പുറത്തേക്ക്, കരിഞ്ഞു മണക്കുണ്ടല്ലോ. അത് ചെക്കൻ കിടുക്കാച്ചാക്കി ഉണ്ടാക്കിയാണ്. നമ്മൾ കളിയാക്കണാണ്, നോക്കണ്ട. കിടു കുക്കാണ്. എന്നാ കഴിക്കല്ലേ? കഴിക്കാ സീനോ? എന്റെ മോനെ എജ്ജാതി. ഏത് മൂടല്ലേ? എജ്ജാതി അജ്ജാതി എജ്ജാതി അജ്ജാതി. ഞങ്ങള് ചെക്കൻ കിടുക്ക ചെയ്യണം. ഓനെ കുറെ കുറ്റം പറയും. ഓന് മറ്റുണ്ടാക്കിയത് ഇതിനായി, മറ്റുണ്ടാക്കിയതായി, അതായി എന്നൊക്കെ പറഞ്ഞു. ചെക്കൻ പൊളിട്ടാ വേറെ ലെവൽ. നമ്മൾ വിചാരിച്ച മാതിരിയൊന്നല്ല. വിചാരിച്ച മാതിരി നമ്മൾ കുറെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഞങ്ങൾ വരുമ്പോൾ തന്നെ പറഞ്ഞു കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ, ഇനി ഇതും ജാക്കി കിട്ടുകൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ച മാതിരിയല്ല. ചെക്കൻ പൊളി വേറെ ലെവൽ. നാളെ മുതൽ സെറ്റാകും. നാളെ മുതൽ ചിലപ്പോൾ ഇർഷാദും കൂടി ജോയിൻ ചെയ്യുമെന്ന് തോന്നുന്നു ജിമ്മിന്. ഇർഷാദ് ജോയിൻ ചെയ്താലുള്ള അവസ്ഥ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. ഇർഷാദ് ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ ഇർഷാദ് ഉണ്ടാവും ഒരു മൂലക്കിൽ. ജിമ്മിൽ വരും പൈസ കൊടുക്കുകയൊക്കെ ഒരു മൂലക്കിൽ നിന്ന് മൊബൈൽമ കളിച്ചിട്ടുണ്ടാവും. അതാണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾക്കുള്ള ഞങ്ങളും കഴിച്ചു. പിന്നെ കണ്ടാണ് മൊബൈൽമ കളിച്ച് മൂട് പോകാം ഞങ്ങൾ. അതാണ്. ഏതായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഇന്ന് ചപ്പാത്തിയും ഗ്രേവിയാണ്. ഞങ്ങൾ തിന്നിട്ട് അപ്പോൾ അത് തിന്നുകാണ്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഗുഡ് ബൈ, ബൈ. ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. ബൈ ബൈ. അമ്മ കരിഞ്ഞ് ഇതിൻ്റെ ഒരു കുറവ് കൂടി ഇതുണ്ടാക്കിയിട്ട് ഞാൻ ബാക്കിയൊക്കെ നമ്മളെ ചെക്ക് സെറ്റാക്കി ചെയ്യാനല്ലേ അല്ലേ. അപ്പോൾ വന്നപ്പോൾ തന്നെ ആ ഡയലോഗ് കണ്ടിട്ടാ അത് പരിപാടിയാ. ദമ്മായതാണ്. ഒരു വലിയ ആള് തന്നെ ഒക്കെ ഉണ്ടാക്കിയത് പെണ്ണാണ്. കച്ചിട്ട് വരാ അല്ലാതെ തിന്നുമ്പോ തിന്ന് എന്റെ അടി വന്നത് കുളാപ്പിച്ചത്. ഇപ്പൊ എന്റെ ഒപ്പം കൂടിക്കാണ്ട് ഇവര് ഗേസ് പറയുകയാണെ എന്നാ കടീന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇവന് ഇപ്പൊ എന്റെ ഇപ്പൊ ക്യാമറമാനായി കൂടിന്റെ ഇപ്പൊ ഫുൾ ഗൈസ് കടീന്ന് കസ്റ്റമർ ഞാൻ നോക്കി എത്തപ്പത് ഇന്ന് രാവിലെ ഉറക്കത്ത് നീച്ചെങ്ങനെ ഇന്നല്ലേ ഇന്നൊന്നല്ലേ 2 ദിവസം ഒന്നല്ലേ നീച്ചിക്കണ്ടിങ്ങനെ അതാണ് ചന്ദനം ചാരിയ ചന്ദനം മടക്കും ചാണകം മാടല്ലേ. മുർഷിദിന്റെ ചാരിയ മുർഷിദിന്റെ വരുന്നറിയാം. അത് ശരി. അത് പറഞ്ഞു എന്താണ് ചെക്കൻ ഉണ്ടാക്കിയ ഗ്രേവി വേറെ ലെവൽ. നമ്മൾ ഇർഷാദിനൊക്കെ പൊക്കി അടിച്ചിരുന്നു. ഇർഷാദ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഇർഷാദ് ഒന്നുമല്ല എന്റെ മുമ്പിൽ. പറഞ്ഞു കൈപ്പുണ്യം വേറെ ലെവലാണ്. ഒരു 5 സെക്കൻഡ് കൂടുമ്പോ 5 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ പറയല സെക്കൻഡ് കൂടുമ്പോ ഇതിന് മേലെ കോഴിമുട്ട ഓംലെറ്റ് എടുത്താ ഇതിന് മേലെ ഇന്നലെ ഓംലെറ്റ് മറിച്ചതാ നേരെ ഇതിന്റെ മേലേക്ക് അത് എടുത്തിരുന്നില്ല. ചപ്പാത്തി മറിച്ച് കാണിച്ചു. ചപ്പാത്തി മറിച്ചുണ്ടാവും ആണ്ടാ പണിയാവും. ലാസ്റ്റ് എന്തും പട്ടിന്റെ എടുക്കണ്ടേ. ഇതിന് മുകളിലേക്ക് കേരികാണ്ട് എടുത്തുന്നുണ്ട്. ഓതിട്ട് മറിച്ചതാണ് പോകുന്നത്. എന്നെ കാണാനില്ല. തിരിച്ചു നോക്കുമ്പോ അതിന് സാധനം കാണില്ല. എന്നിട്ട് ഇതിന്റെ മുകളിൽ അസീബ് ഇതിനെ കേരികാണ്ട് എടുക്കുന്നുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കേരളം വിട്ട് ബാംഗ്ലൂർ എത്തിയതിനു ശേഷം ഫസ്റ്റ് ടൈം ഞാൻ കഴിക്കാണ് ഇത്രയ്ക്ക് നല്ലൊരു സൂപ്പറായിട്ടുള്ള നാട്ടിൽ നിന്ന് കിട്ടുന്നത് പോലത്തെ ഫുഡ്. മാഷാ അല്ലാ. കൈപ്പുണ്യം ചെക്കൻ്റെ. ചെക്കന് നാണോ കാരണം കണ്ണ് തട്ടു. ആരും കണ്ണ് വെക്കരുത് ചെക്കൻ പൊളി കുക്കറാണ്.